Good morning. Today we are going to discuss analysis of sewage. It involves performing certain tests on sewage samples to determine the nature and concentration of physical, chemical and biological parameters. അനാലിസിസ് ഓഫ് സീവേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സീവേജ് സാമ്പിളിൽ കുറച്ച് ടെസ്റ്റുകൾ പെർഫോം ചെയ്യുക എന്നാണ്. ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ സീവേജ് സാമ്പിളിൻ്റെ നേച്ചറിനെ കുറിച്ചും അതിലുള്ള ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ പാരാമീറ്റേഴ്സിൻ്റെ കോൺസെൻട്രേഷനെ കുറിച്ചും നമുക്കൊരു ഐഡിയ തരുന്നു. This information is required for the planning, design, operation and maintenance of treatment works. ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ട്രീറ്റ്മെൻറ്റ് വർക്ക്സിൻ്റെ പ്ലാനിങ്ങിനും ഡിസൈനിനും ഓപ്പറേഷനും അതുപോലെ മെയിൻ്റനൻസിനും അത്യാവശ്യമാണ്. അനാലിസിസ് ഓഫ് സീവേജ് ഇൻക്ലൂഡ് വേരിയസ് ടെസ്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടെസ്റ്റ് ഓഫ് ടോട്ടൽ സോളിഡ്സ്, test of oxygen demand, test of biochemical oxygen demand, test of pH value and test of chlorides. So first we can look total solids. Solids may be organic or inorganic in nature and also settleable, colloidal and dissolved in form. സോളിഡ്സ് ഓർഗാനിക് സോളിഡ്സോ ഇനോർഗാനിക് സോളിഡ്സോ ആകാം. അതുപോലെ തന്നെ സെറ്റിലേബിൾ ഫോമിലും കൊളോയിഡൽ ഫോമിലും ഡിസോൾവ്ഡ് ഫോമിലും കാണപ്പെടാം. വെലോസിറ്റി ഓഫ് ഫ്ലോ ആൻഡ് സൈസ് ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്ക്സ് ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ആൻഡ് എമൗണ്ട് ഓഫ് സെറ്റിലേബിൾ സോളിഡ്സ്. സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ സൈസും ഫ്ലോയുടെ വെലോസിറ്റിയും അതിലടങ്ങിയിട്ടുള്ള സെറ്റിലേബിൾ സോളിഡ്സിൻ്റെ നേച്ചറിനെയും എമൗണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്താണ് കിടക്കുന്നത്. ക്വാണ്ടിറ്റി ഓഫ് റെഡിലി സെറ്റിലേബിൾ സോളിഡ്സ് ആർ ഡിറ്റർമിൻഡ് ബൈ മീൻസ് ഓഫ് ഇംഹോഫ് കോൺ. സെറ്റിലേബിൾ സോളിഡ്സിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ഇംഹോഫ് കോൺ യൂസ് ചെയ്ത് കണ്ടെത്താൻ കഴിയും. Amount of dissolved solids influence in the design of biological treatment units like trickling filters and activated sludge process. Dissolved solidsൻ്റെ എമൗണ്ട് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ് ആയിട്ടുള്ള ട്രിക്കിംഗ് ഫിൽറ്റേഴ്സിനെയും ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ് എല്ലാം വരുന്ന മൊഡ്യൂളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. Amount of biodegradable organic matter influences the design of sludge digestion units. ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ജൈവ വിഘടനത്തിന് വിധേയമാകുന്ന ഓർഗാനിക് മാറ്ററിൻ്റെ എമൗണ്ട് സ്ലഡ്ജ് ഡൈജഷൻ യൂണിറ്റ്സിൻ്റെ ഡിസൈനെയും ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ഓക്സിജൻ ഡിമാൻഡ്. ദിസ് ഈസ് ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ബൈ റെഡിലി ഓക്സിഡൈസബിൾ ഓർഗാനിക് മാറ്റർ ഫോർ ഓക്സിഡേഷൻ. പെട്ടെന്ന് തന്നെ ഓക്സിഡൈസ് ചെയ്യുന്ന ഓർഗാനിക് മാറ്റർ ഓക്സിഡേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന ഓക്സിജൻ്റെ എമൗണ്ടിനെ പറയുന്ന പേരാണ് ഓക്സിജൻ ഡിമാൻഡ്. ഇറ്റ് ഇൻവോൾവ്സ് കെമിക്കൽ ഓക്സിഡേഷൻ. ഓക്സിജൻ ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കെമിക്കൽ ഓക്സിഡേഷൻ ഡിമാൻഡാണ്. അതായത് ഒരു ആസിഡ് സൊല്യൂഷനിൽ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റോ പൊട്ടാസ്യം ഡൈക്രോമേറ്റോ എടുക്കുന്നു. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓക്സിഡൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓക്സിജൻ അളവിനെ എമൗണ്ടിനെ പറയുന്ന പേരാണ് ഓക്സിജൻ ഡിമാൻഡ്. സോ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. സിംപ്ലി നമുക്ക് COD എന്ന് പറയാം. By this test, only readily oxidizable carbonaceous matter is determined. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിൻ്റെ ടെസ്റ്റ് പ്രകാരം നമുക്ക് റെഡിലി പെട്ടെന്ന് തന്നെ ഓക്സിഡൈസ് ചെയ്യുന്ന കാർബണേഷ്യസ് മാറ്ററിൻ്റെ എമൗണ്ട് മാത്രമാണ് കണ്ടെത്താൻ കഴിയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബയോളജിക്കലി ഓക്സിഡൈസബിൾ ആൻഡ് നോൺ ഓക്സിഡൈസബിൾ ഓർഗാനിക് മാറ്റർ. ഹെൻസ് ഈസ് ഓഫ് എ ലിറ്റിൽ യൂസ് ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ്. ഈ ഒരു ടെസ്റ്റ് ഒരിക്കലും ബയോളജിക്കലി ഓക്സിഡൈസബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെയും അതുപോലെ നോൺ ഓക്സിഡൈസബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെയും വേർതിരിച്ച് തരുന്നില്ല.
അതുകൊണ്ട് തന്നെ സീവേജ് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ചെറിയ ഒരു യൂസ് മാത്രമാണ് ഉള്ളത്. പക്ഷേ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നമുക്ക് പെട്ടെന്നുള്ള റിസൾട്ടുകളും സിമ്പിളായിട്ടുള്ള അധികം കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് വേണ്ടാത്ത ഒരു റിസൾട്ടുമാണ് തരുന്നത്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഇറ്റ് ഈസ് സിംപ്ലി നോൺ as BOD. BOD is the amount of oxygen required for biological decomposition of biodegradable organic matter under aerobic conditions. എയ്റോബിക് കണ്ടീഷൻസിൽ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററിന് ബയോളജിക്കൽ ഡീകമ്പോസിഷന് വേണ്ടുന്ന ഓക്സിജൻ എമൗണ്ടിനെ പറയുന്ന പേരാണ് BOD. BOD വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. BOD സീവേജ് സ്ട്രെങ്ത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. BOD നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് മില്ലിഗ്രാം പെർ ലിറ്ററിലാണ്. ഇഫ് BOD വാല്യൂ ഓഫ് എ പർട്ടിക്കുലർ സീവേജ് സാമ്പിൾ ഈസ് മോർ, greater is the nuisance producing capacity of that sewage. ഒരു സീവേജ് സാമ്പിളിൻ്റെ BOD വാല്യൂ കൂടുതലാണെങ്കിൽ, വളരെ കൂടുതലാണെങ്കിൽ അവിടെ ആ സീവേജ് കൊണ്ടുണ്ടാകുന്ന ന്യൂസൻസും കൂടുതലായിരിക്കും. BOD കൂടുതൽ മീൻസ് എന്താണ്? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുതൽ, അതായത് ആ സീവേജ് സാമ്പിളിന് കൂടുതൽ ഓക്സിജൻ റിക്വയർമെൻറ്റ് ഉണ്ടെന്നർത്ഥം. അതായത് ആ സീവേജ് കൂടുതൽ പൊല്യൂട്ടഡ് ആണ് എന്നർത്ഥം. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കണ്ടുപിടിക്കണം നമുക്ക്. അതിൽ ഓക്സിഡേഷൻ പ്രോസസ്സാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സ് 2 സ്റ്റേജസിലായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ കാർബണേഷ്യസ് മാറ്റർ ഓക്സിഡൈസ് ചെയ്യപ്പെടും. രണ്ടാമത്തെ സ്റ്റേജിൽ നൈട്രജീനസ് മാറ്റർ ഓക്സിഡൈസ് ചെയ്യപ്പെടും. ഓക്കെ. For the completion of these 2 stages, much longer period is required and hence the determination becomes impractical. ഈ ഒരു 2 സ്റ്റേജിൻ്റെ കംപ്ലീഷന് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BOD കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ചില സിറ്റുവേഷൻസിൽ ഇംപ്രാക്ടിക്കബിളായി മാറാറുണ്ട്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡിൻ്റെ കേസിൽ നമ്മൾ BOD 5 എന്നുള്ള ഒരു ടേമാണ് ഉപയോഗിക്കാറ്. Then what is meant by BOD 5? It is found that nearly 70 to 80% of total BOD is satisfied within 5 days at a temperature of 20 degrees Celsius. ടോട്ടൽ BODയുടെ 70 തൊട്ട് 80% 20 ഡിഗ്രി സെൽഷ്യസിൽ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് കണക്കുകൾ കണ്ടെത്തിയിട്ടുള്ളത്. Then BOD value for 5 days period incubated at 20 degrees Celsius is taken as standard value. അതുകൊണ്ട് തന്നെ BOD 5 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. BOD 5 എന്ന് പറയുമ്പോൾ 5 ദിവസം കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന BOD. 20 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ആ ഒരു BOD വാല്യൂ എടുക്കേണ്ടത്. Then we can define BOD 5. It can be defined as the amount of oxygen required for stabilization of organic matter under aerobic conditions incubated for 5 days at 20 degrees Celsius. സോ BOD 5 എന്ന് പറയുന്നത് ഓർഗാനിക് മാറ്ററിനെ 5 ദിവസത്തിൽ 20 ഡിഗ്രി സെൽഷ്യസിൽ എയറോബിക് കണ്ടീഷൻസിൽ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഓക്സിജൻ്റെ എമൗണ്ട് ആണ്. BOD 5 calculation. How we can calculate BOD 5? The dissolved oxygen value of the sewage sample diluted with aerated distilled water is first found. സീവേജ് സാമ്പിളിനെ എറേറ്റഡ് ഡിസ്റ്റിൽഡ് വാട്ടറുമായിട്ട് ഡയലൂട്ട് ചെയ്യുന്നു. എറേറ്റഡ് എന്ന് പറയുമ്പോൾ അതിൽ എയർ പാസ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ. എന്നിട്ട് സീവേജ് സാമ്പിളിൻ്റെ DO കണ്ടന്റ് നമ്മൾ കണ്ടെത്തുന്നു. Then the sample is added with small amount of nutrient salts and incubated for 5 days at 20 degrees Celsius. അതിനുശേഷം സാമ്പിളിലോട്ട് കുറച്ച് എമൗണ്ട് ന്യൂട്രിയൻറ്റ് സാൾട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് 5 ദിവസം 20 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. റെസിഡ്വൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ ദി സാമ്പിൾ ആഫ്റ്റർ ഇൻക്യുബേഷൻ ഈസ് ഡിറ്റർമിൻഡ്. നോക്കൂ, നമ്മുടെ സാമ്പിളിൽ നമ്മൾ ന്യൂട്രിയൻറ്റ് സാൾട്ട് ഇട്ടിട്ടുണ്ട് ഇല്ലേ? അതുകൊണ്ട് തന്നെ ഇതിലുള്ള ന്യൂട്രിയൻറ്റ് സാൾട്ട് ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ ഉപയോഗിക്കുന്നു. സോ 5 ദിവസത്തെ ഇൻക്യുബേഷന് ശേഷമുള്ള സാമ്പിളിലുള്ള റെസിഡ്വൽ അവശേഷിക്കുന്ന ഡിസോൾവ്ഡ് ഓക്സിജനും നമ്മൾ കണ്ടെത്തുന്നു.
Then difference in DO before and after incubation gives the depletion of oxygen. സോ ഇൻക്യുബേഷന് മുമ്പുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ എമൗണ്ടും ഇൻക്യുബേഷന് ശേഷമുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു. ഈ ഒരു ഡിഫറൻസ് ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ്റെ എമൗണ്ട് നൽകുന്നു. Then we can calculate BOD5 as depletion of oxygen in ppm into dilution factor. ഡിപ്ലീഷൻ ഓഫ് ഓക്സിജനെ ഡയലൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BOD5 കിട്ടും. BOD സിഗ്നിഫിക്കൻസ്, നമ്മളിപ്പോൾ ഒരുപാട് BODയുടെ കാര്യങ്ങൾ പഠിച്ചു. BOD5 പഠിച്ചു, BOD5 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പഠിച്ചു, എന്താണ് BOD എന്ന് പഠിച്ചു അല്ലേ. സോ എന്തായിരിക്കും BODയുടെ സിഗ്നിഫിക്കൻസ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ഇൻ സീവേജ് എഞ്ചിനീയറിംഗ്. സീവേജ് എഞ്ചിനീയറിംഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ് BOD. ഇറ്റ് ഇൻഫ്ലുവൻസസ് ദി പ്ലാനിംഗ്, ഡിസൈൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ബയോളജിക്കൽ യൂണിറ്റ്സ് ഇൻ ട്രീറ്റ്മെൻറ്റ് വർക്ക്സ്. ട്രീറ്റ്മെൻറ്റ് വർക്ക്സിലെ ഒരുപാട് ബയോളജിക്കൽ യൂണിറ്റ്സിൻ്റെ ഡിസൈനെയും ഓപ്പറേഷനെയും പ്ലാനിങ്ങിനെയും എല്ലാം ഈ ഒരു പാരാമീറ്റർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് pH വാല്യൂ. pH value is another important parameter which influences the treatment process of sewage. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് പാരാമീറ്ററാണ് pH വാല്യൂ. pH വാല്യൂ is defined as the logarithm of the reciprocal of hydrogen ion concentration. ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ്റെ റെസിപ്രോക്കലിൻ്റെ ലോഗരിതമാണ് pH വാല്യൂ. pH വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സാമ്പിൾ അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്നൊക്കെയാണ്. ഫ്രഷ് സീവേജ് ഈസ് സ്ലൈറ്റ്ലി ആൽക്കലൈൻ. ആസ് ഇറ്റ് ബിക്കംസ് സ്റ്റെയിൽ ഇറ്റ് ടേൺസ് അസിഡിക്. ഫ്രഷ് സീവേജ് ആൽക്കലൈനാണ്, ഇത് പഴകും തോറും അസിഡിക് ആയിട്ട് മാറുന്നു. വെള്ളത്തിൻ്റെ pH കണ്ടുപിടിക്കുന്നതിന് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് pH മീറ്ററും pH പേപ്പറുമാണ്. നെക്സ്റ്റ് ഈസ് ക്ലോറൈഡ്സ്. ദി നോർമൽ ക്ലോറൈഡ് കോൺസെൻട്രേഷൻ ഇൻ സീവേജ് ഈസ് 120 mg/L. സീവേജിലെ നോർമലായിട്ട് കാണപ്പെടുന്ന ക്ലോറൈഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 120 mg/L ആണ്. The excess of chlorides indicates the presence of industrial waste or infiltration of seawater. സീവേജിൽ 120 mg/L കൂടുതൽ ക്ലോറൈഡ്സ് കാണപ്പെടുകയാണെങ്കിൽ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റിൻ്റെ പ്രസൻസിനെയാണ്, അല്ലെങ്കിൽ സീ വാട്ടർ അതിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നതിനെയാണ്. ഓക്കെ, ദി സോഴ്സസ് ഓഫ് ക്ലോറൈഡ്സ് ഫോർ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ ആർ കിച്ചൺ, യൂറിനൽസ് ആൻഡ് വാട്ടർ ക്ലോസറ്റ്സ്. ഒന്ന് കിച്ചൺസിൽ നിന്ന് വരുന്ന വേസ്റ്റസിൽ നിന്നാണ്, രണ്ടാമത് യൂറിനൽസിൽ നിന്നുള്ള വേസ്റ്റസ് വഴിയാണ്, മൂന്നാമത് വാട്ടർ ക്ലോസറ്റ്സിൽ നിന്നുള്ള വേസ്റ്റസ് വഴിയാണ്. ഓക്കെ, സോ ഇൻ അവർ ടുഡേസ് സെക്ഷൻ വി ഹാവ് ഡിസ്കസ്ഡ് അനാലിസിസ് ഓഫ് സീവേജ് ഇൻ ഡീറ്റെയിൽ. ടോട്ടൽ സോളിഡ്സ്, COD, BOD, pH value and chlorides. Okay, thank you.